ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇവിടെ ഈ ഇക്വേഷൻ ഈ ഒരു ഫോമിൽ എഴുതുകയാണെങ്കിൽ എം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് P1 P2 എക്സെട്ര PM ആണ് ഉണ്ടാവുക. അതായത് there do not exist the constants alpha j such that alpha 1 P1 plus alpha 2 P2 plus etc alpha m Pm equal to 0 implies not all alpha j's are 0. എല്ലാ ആൽഫ ജേസും 0 വരില്ല. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെ ഡെഫിനേഷനാണത്. ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എല്ലാ ആൽഫ ജേസും 0 വരുന്ന രീതിയിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി വൺ പോസിബിലിറ്റി എന്നുള്ള രീതിയിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് there do not exist alpha j belongs to R such that j equal to 1 2 3 etc up to m such that not all 0 such that alpha 1 P1 plus alpha 2 P2 plus etc plus alpha m Pm equal to 0. നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എല്ലാം ഈക്വൽ ടു 0 ആകുന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അതാണ് ഡെഫിനേഷൻ. വേർ Pm പ്ലസ് ഐ ഈസ് എനി റിമൈനിങ് വെക്ടർ ഓഫ് സെറ്റ്. അപ്പോൾ P1 P2 എക്സെട്ര PM വരെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. PM പ്ലസ് ഐ എന്ന് പറയുന്നത് ഏതെങ്കിലും വേറെ ഒരു വെക്ടറാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള വെക്ടേഴ്സ് PM പ്ലസ് 1 PM പ്ലസ് 2 എക്സെട്ര PN വരെയുള്ളവരെ നമുക്ക് ഈ P1 P2 എക്സെട്ര PMകളുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത കാര്യം. ദെൻ അങ്ങനെയാണ് എങ്കിൽ ഇക്വേഷൻ 2 ക്യാൻ ബി റിട്ടൺ ആസ്, അതായത് നമ്മൾ ഈ പറഞ്ഞ x1 p1 പ്ലസ് x2 p2 പ്ലസ് എക്സെട്ര പ്ലസ് xn pn എന്നുള്ള ഈ ഈക്വൽ ടു ബി എന്നുള്ള ഈ ഇക്വേഷൻ ഇല്ലേ, അതിൽ P1 P2 എക്സെട്ര PM വരെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഉള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ P1 P2 എക്സെട്ര PMകളുടെ ടേംസിൽ തന്നെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു റീറൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ 2നെ റീറൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഇതിനെ y1 p1 പ്ലസ് y2 p2 പ്ലസ് എക്സെട്ര പ്ലസ് ym pm വാരിയബിൾസ് ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. m വാരിയബിൾസ് ആണ് അവിടെ വരിക. അപ്പോൾ y1 p1 പ്ലസ് y2 p2 പ്ലസ് എക്സെട്ര പ്ലസ് ym pm ഈക്വൽ ടു b എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള P1 P2 എക്സെട്ര PMകളെ ടേംസ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. മറ്റേതൊക്കെ PM പ്ലസ് 1 മുതൽ PN വരെയുള്ളവരെ P1 P2 എക്സെട്ര PMകളുടെ ടേംസിലേക്ക് മാറ്റി എഴുതിയിട്ട് ഗ്രൂപ്പ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. ആൻഡ് സപ്പോസ് ദാറ്റ് ദ m വെക്ടേഴ്സ് epsilon1 epsilon2 etc epsilon m transpose കോളം വെക്ടർ ആയിട്ടാണ് വരുന്നത് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ എബവ് ഇക്വേഷൻ. ദെൻ ദ n വെക്ടേഴ്സ് epsilon1 epsilon2 etc epsilon m 0 0 0 etc transpose is a solution of equation number 2 or equation number 1. അപ്പോൾ അങ്ങനെ എഴുതിയ ശേഷം ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് epsilon1 epsilon2 എക്സെട്ര epsilon m വരെയാണ് ആ m ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ എങ്കിൽ ബാക്കിയുള്ളവർക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 1 ആയിരിക്കും. ആ സൊല്യൂഷനെയാണ് നമ്മൾ ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. The corresponding linearly independent vectors P1 P2 etc PM are bases and the variables x1 x2 etc xm are basic variables. വെക്ടേഴ്സ് P1 P2 എക്സെട്ര PMകളെ ബേസസ് എന്നും x1 x2 എക്സെട്ര XMകളെ ബേസിക് വാരിയബിൾസ് എന്നും വിളിക്കും. ബാക്കിയുള്ളവരെ നോൺ ബേസിക് വാരിയബിൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി എന്താണ് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നോക്കാം. ഡെഫിനേഷൻ: എ ബേസിക് സൊല്യൂഷൻ AX ഈക്വൽ ടു B satisfying xj greater than or equal to 0 is called a basic feasible solution. അപ്പോൾ ഒരു ബേസിക് സൊല്യൂഷൻ കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന AX ഈക്വൽ ടു B ആൻഡ് XJ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന രണ്ട് കൺസ്ട്രെയിൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബേസിക് സൊല്യൂഷനെയാണ് നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു തിയറാണ്. എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ LPP ഈസ് എ വേർട്ടെക്സ് ഓഫ് ദ കോൺവെക്സ് സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ. ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ LPPയുടെ വെർട്ടെക്സ് ഓഫ് ദ കോൺവെക്സ് സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ SF എന്ന് മുമ്പ് ഡിനോട്ട് ചെയ്തിരുന്നു. ആ SF ഒരു കോൺവെക്സ് സെറ്റ് ആണെന്നുള്ളതും അതിനൊരു വെർട്ടെക്സ് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് ഉണ്ടായിരിക്കും എന്നുള്ളത് ആൻഡ് ബൗണ്ടഡ് ഫ്രം ബിലോ ആയിരിക്കും എന്നുള്ളത് നമ്മളൊരു തീരത്തിൽ കണ്ടതാണ്. അപ്പോൾ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് LPP എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സൊല്യൂഷൻ ഫീസിബിൾ സൊല്യൂഷൻ സെറ്റിൻ്റെ ഒരു വെർട്ടെക്സ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് അടുത്ത തീരത്തിൽ പറയുന്നത്. Or equivalently, if a set of vectors P1 P2 etc PM can be found that are linearly independent
such that epsilon 1 p1 plus epsilon 2 p2 plus etc plus epsilon m pm equal to b and epsilon j greater than or equal to 0 for j equal to 1 2 3 etc up to m, then x epsilon is equal to epsilon 1 epsilon 2 epsilon m 0 0 0 etc transpose, which is a basic feasible solution, is an extreme point of the set SF. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ്. ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മുടെ SF-ൻ്റെ ഒരു എക്സ്ട്രീം പോയിന്റ് എന്ന് വെച്ചാൽ വെർട്ടെക്സ് ഫോം ചെയ്യേണ്ടത് തന്നെയാണ്. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ് ഇവിടെ. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം, എങ്ങനെയാണ് പ്രൂഫ് വരുന്നതെന്ന്. ദ പോയിന്റ് എക്സ് എപ്സിലൺ ബിലോങ്സ് ടു SF ഈസ് ഒബ്വിയസ്. അപ്പോൾ ഈ പോയിന്റ് എക്സ് എപ്സിലൺ എന്നുള്ള പോയിന്റ് ഫീസിബിൾ സൊല്യൂഷൻ്റെ സെറ്റിൽ വരും എന്നുള്ളത് ഒബ്വിയസ് ആണ്. കാരണം ഇതൊരു സൊല്യൂഷൻ സെറ്റായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് SF-നകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. സപ്പോസ് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ട്രീം പോയിന്റ്, നമുക്കത് എക്സ്ട്രീം പോയിന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വെർട്ടെക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളത് നോട്ട് ആൻ എക്സ്ട്രീം പോയിന്റ് എന്നാണ് എടുക്കുന്നത്, കോൺട്രറി ആണ് അസ്യൂം ചെയ്യുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ട്രീം പോയിന്റ്, ദെൻ ദ 2 points x1 and x2 different from x epsilon exist in SF such that x epsilon is equal to lambda x1 plus 1 minus lambda into x2 for some lambda in between 0 and 1. അപ്പോൾ ഇത് എക്സ്ട്രീം പോയിന്റ് അല്ലെങ്കിൽ പിന്നെ എന്ത് പോയിന്റ് ആവാനാണ് സാധ്യത? ഇൻറ്റീരിയർ പോയിന്റ് ആവാനാണ് സാധ്യത. അതപ്പോൾ ആ കോൺവെക്സ് സെറ്റിൻ്റെ SF ഒരു കോൺവെക്സ് സെറ്റാണെന്ന് ഓൾറെഡി നമുക്കറിയാം. ആ SF-ൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എക്സ് എപ്സിലൺ വരുന്നുണ്ടാവുക. അപ്പോൾ ഇൻറ്റീരിയർ പോയിന്റ് ആണെങ്കിൽ അത് എന്തായാലും ഇങ്ങനെ എഴുതാം, നമുക്ക് അതിലുള്ള 2 പോയിൻറ്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 2 പോയിൻറ്റ്സ് x1 x2 എടുത്തു, അവരുടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ് എപ്സിലണിനെ എഴുതി. ഓക്കെ, that is epsilon 1 equal to lambda xj plus 1 minus lambda into xj2 lambda xj1 plus 1 minus lambda into xj2 for j equal to 1 2 3 etc up to m. അതിൽ എപ്സിലൺ 1നെ മാത്രം എടുത്തു, ഈ ഫസ്റ്റ് 1നെ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് എപ്സിലൺ എങ്ങനെ എഴുതാമെങ്കിൽ എപ്സിലൺ 1നെ നമുക്ക് കറസ്പോണ്ടിങ് ആ വെക്റ്റേഴ്സ് യൂസ് ചെയ്ത് ഈ രീതിയിൽ എഴുതാം. ആൻഡ് 0 is equal to, അതുപോലെ തന്നെ 0നെ എങ്ങനെ എഴുതാം? ഇതിൽ വരുന്ന എൻട്രി അല്ലേ 0നെ നമുക്ക് ലാംഡ ഇൻറ്റു xj1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു xj2 ഫോർ j ഈക്വൽ ടു, ഇത് അപ് ടു m വരെയാണ് ഈ എപ്സിലൺ 1കൾ വരുള്ളൂ. അപ്പോൾ ഇവിടെ j ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു m വരെ വരുള്ളൂ. സീറോസ് വരുന്നത് j ഈക്വൽ ടു m പ്ലസ് 1 മുതൽ n വരെയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാരിയേഷൻ j ഫ്രം m പ്ലസ് 1 ടു n ആണ് വരിക. ഇനി അപ്പോൾ ഈ രീതിയിൽ എഴുതാൻ പറ്റണം. സിൻസ് x1 and x2 belongs to SF, xj1 and xj2 greater than or equal to 0, also 0 less than lambda less than 1, hence xj1 equal to xj2 equal to 0 for j equal to m plus 1 to etc up to n. ഈ xj1 xj2 greater than or equal to 0 ആണ്. മാത്രമല്ല ഇത് 0ൻ്റെ സം ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദ ഓൺലി വൺ പോസിബിലിറ്റി എന്ന് പറയുന്നത് ലാംഡയുടെ വാല്യൂ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ്. അപ്പോൾ ഓൺലി പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ സെക്കൻഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ xj1ഉം xj2ഉം 0 ആയേ പറ്റൂ ഫോർ j ഈക്വൽ ടു m പ്ലസ് 1 ടു n. അത് അങ്ങനെ വന്നാൽ മാത്രമേ 0ൻ്റെ ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാനായിട്ട് പറ്റുള്ളൂ അല്ലേ, 0നെ ആ ലീനിയർ കോമ്പിനേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി x1 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? x11 x21 എക്സെട്ര xm1. അത് ആദ്യത്തെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ വരും. രണ്ടാമത്തെ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഇത് മുതലുള്ളതെല്ലാം 0 വരണം, അതായത് jm പ്ലസ് 1 മുതൽ n വരെയുള്ളതെല്ലാം 0 വരണം. അപ്പോൾ x1ൻ്റെ ഫോം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും, ട്രാൻസ്പോസ് ഉണ്ടാവും കേട്ടോ, കോളം വെക്ടർ ആയിട്ടാണ് വരിക. അങ്ങനെയാണെങ്കിൽ x2ൻ്റെ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമിലർലി പ്രൊസീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ x2ൻ്റെ ഫോം എന്ന് പറയുന്നത് x1 to x2 to എക്സെട്ര xm2 വരെ എൻട്രീസ് വരും, പിന്നെയുള്ളതെല്ലാം 0 ആയിരിക്കും. Since x1 and x2 are solutions of Ax equal to b, constraint satisfy ചെയ്യുമല്ലോ. We have x11 p1 plus x21 p2 plus etc plus xm1 pm is equal to b. ഇത് എന്താണ്? x1 സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് ആ പറഞ്ഞ വെക്റ്റേഴ്സിനെ യൂസ് ചെയ്ത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ യൂസ് ചെയ്ത് ഈ ഒരു ഇക്വേഷൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഡെഫിനേഷൻ ഉണ്ടായിരുന്നല്ലോ അതെഴുതാം. അതുപോലെ തന്നെ x2 ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട് വെക്റ്റേഴ്സിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ കോളം വെക്റ്റേഴ്സിനെ യൂസ് ചെയ്ത് p1 p2 എക്സെട്ര pm യൂസ് ചെയ്ത് നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 4ഉം എഴുതാം. ശരിയാണല്ലോ. ഇനി ഫ്രം 1 and 3
വി ലെറ്റ് 1 മൈനസ് 3 ഇംപ്ലൈസ് 1 മൈനസ് 3 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 1 മൈനസ് 3 ചെയ്താൽ 1 ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. ഇതാ ഇതാണ് 1. ഒരു മിനിറ്റ്. ഇതാണ് 1 വരുന്നത്. എപ്സിലൺ 1 P1 പ്ലസ് എപ്സിലൺ 2 P2 പ്ലസ് എക്സെട്ര പ്ലസ് എപ്സിലൺ M PM ഈക്വൽ ടു B. അപ്പോൾ 1 മൈനസ് 3 ചെയ്താൽ ഓക്കെ, എപ്സിലൺ 1 മൈനസ് x11 ഇൻറ്റു P1 പ്ലസ് എപ്സിലൺ 2 മൈനസ് x21 P2 പ്ലസ് എപ്സിലൺ M മൈനസ് xM1 PM ഈക്വൽ ടു 0 എന്ന് കിട്ടും. ബട്ട് P1 P2 എക്സെട്ര PM ആർ ബൈ ഹൈപ്പോത്തിസിസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ എപ്സിലൺ 1 ഈക്വൽ ടു x11, എപ്സിലൺ 2 ഈക്വൽ ടു x21 എക്സെട്ര എപ്സിലൺ M ഈക്വൽ ടു xM1 എന്ന് കിട്ടും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലേ, അപ്പോൾ എല്ലാ കോഎഫിഷ്യൻസും 0 ആയിരിക്കും. ഓർ എപ്സിലൺ 1 എപ്സിലൺ 2 എക്സെട്ര എപ്സിലൺ എമ്മിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് എപ്സിലൺ ആണ്. x11 x21 എക്സെട്ര xM1 എന്ന് പറയുന്നത് x1 ആണ്. അപ്പോൾ എപ്സിലൺ ഇസ് ഈക്വൽ ടു x1 എന്ന് കിട്ടും, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. നമ്മൾ എപ്സിലണും x1ഉം സെയിം അല്ല എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹെൻസ് എപ്സിലൺ ഈസ് ആൻ എക്സ്ട്രീം പോയിൻറ്റ്. എപ്സിലൺ x1ൻ്റെയും x2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് അസ്യൂം ചെയ്ത് വന്നപ്പോൾ എപ്സിലണും x1ഉം സെയിം ആണെന്ന് കിട്ടി. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്, വേറെ ആയിട്ടല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്സിലൺ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ പോയിൻ്റ് ആവാൻ പറ്റില്ല. എപ്സിലൺ എന്ന് പറയുന്നത് എന്താവാനേ പറ്റുള്ളൂ, എക്സ്ട്രീം പോയിൻ്റ് ആവാനേ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രൂഫ്.